വേണ്ടല്ലേ? അപ്പം അന്ന് തൊട്ടുള്ള പരിചയമാണ്. അദ്ദേഹത്തിൻ്റെ പടങ്ങൾ കാണാറുണ്ട്. നല്ല ആക്ടറാണ്. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. സൂപ്പർ സ്റ്റാർ. All the best team Kalangaval. Thank you. All my very best. Thank you. ഒന്നും അങ്ങനെ ഇപ്പോൾ രാജേട്ടൻ പറഞ്ഞ പോലെ ഒന്നും അങ്ങോട്ട് പുറത്തു പറയുന്നില്ല. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ എക്സൈറ്റഡ് ആണ്. മികച്ച അഭിനേതാവാണ് അല്ലെങ്കിൽ മികച്ച ഇതാണ് എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ മലയാളികൾ അംഗീകരിച്ച ഒരു കാര്യമാണ്. ഏറ്റവും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് മികച്ച നിർമ്മാതാവാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം മമ്മൂട്ടി കമ്പനി വെറുതെ ഒരു ചിത്രം ഓക്കെ പറയില്ല. നമുക്ക് വീണ്ടും വീണ്ടും കണ്ട് അതിൽ നിന്ന് ഒരുപാട് ടേക്ക് അവേസ് ഉള്ള സിനിമകളും സ്ക്രിപ്റ്റും മാത്രമേ മമ്മൂട്ടി കമ്പനിയിലേക്ക് എടുക്കൂ എന്നുള്ളൊരു വിശ്വാസം നമ്മൾ ഇതുവരെ കണ്ട ചിത്രങ്ങളിൽ വെച്ചിട്ട് നമുക്ക് കിട്ടിയതാണ്. കഥയറിയാതെ 5-ാം തീയതി കണ്ട് ഈ പടം വൻ വിജയമാകട്ടെ. മാത്രമല്ല പ്രിയപ്പെട്ട കമ്പനി തന്നെയാണ് മമ്മൂട്ടി കമ്പനി. So ladies and gentlemen, the venom beneath can't be suppressed forever. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളെല്ലാവരും ഈ ഒരു ടാഗ് ലൈൻ്റെ പിറകിലാണ്. മിസ്റ്ററി അൺഫോൾഡ് ചെയ്യുന്ന തിരക്കിലാണ്. മിസ്റ്ററി അൺഫോൾഡ് ചെയ്യുന്നതിനായിട്ടുള്ള കാത്തിരിപ്പിലാണ്. അതൊരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ള കാത്തിരിപ്പാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുമല്ലേ. ആക്ച്വലി സ്പീക്കിംഗ്, ഈ കാത്തിരിപ്പ് ആരംഭിക്കുന്നത് 2025 ഫെബ്രുവരി 16-ാം തീയതിയാണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമുക്ക് മുന്നിലേക്ക് എത്തിയ ദിവസം. മലയാള സിനിമയുടെ താര രാജാവിൻ്റെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത വേഷം, ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഭാവം, ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്ക് കണ്ട് നമ്മളെല്ലാവരും ഒരുപാട് ത്രില്ഡായി. പക്ഷെ കഥ മാറിയത് ഇതൊരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള ക്യാരക്ടർ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് നമുക്ക് മുന്നിലേക്ക് എത്തിയപ്പോഴാണ്. ആരാണ് നായകൻ, ആരാണ് വില്ലൻ എന്നൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. പോസ്റ്ററിൽ നമുക്ക് കാണാം ദ വെനം ബിനീത്. ഒരാളുടെ ഉള്ളിലുള്ള പോയ്സൺ അധികം നാള് സപ്രസ് ചെയ്തിരിക്കത്തില്ല, അതൊരു ദിവസം പുറത്ത് വരും എന്ന് പ്രൊമോഷണൽ വീഡിയോസിലും നമ്മൾ കേട്ടു. ആൻഡ് ഓൾസോ ദെയർ വാസ് ദ ട്രെയിലർ. ശക്തമായ 2 കഥാപാത്രങ്ങളുടെ അവിസ്മരണീയമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയിൽ നമ്മൾ കാണുവാനായി പോകുന്നത് എന്നൊരു ധാരണയും ആ ട്രെയിലറിലൂടെ നമുക്ക് ലഭിച്ചു. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് രോമാഞ്ചം നൽകിക്കൊണ്ട് ഒരു സിലുവറ്റ്, ഒരു നിഴലിലൂടെയാണ് ട്രെയിലർ അവസാനിച്ചത്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഫൈനലി we are getting really close to unfold that mystery. നമ്മുടെ കാത്തിരിപ്പിന് ഒരു വിരാമം കുറിച്ചുകൊണ്ട് നമ്മുടെ ആൻസൈറ്റി, എക്സൈറ്റ്മെന്റ്, ഇതിനെല്ലാം ഒരു ചെറിയ റിലാക്സേഷൻ ഇന്ന് ലഭിക്കാനായി പോവുകയാണ്. Let me take the privilege and wholeheartedly welcoming each and every one of you to the pre-release teaser launch event of the film Kalangaval. A hearty welcome everybody. തീർച്ചയായിട്ടും ഈ ഒരു നിമിഷത്തിനായി നമ്മളെല്ലാവരും ഒരുപാട് നാളുകളായി കാത്തിരിക്കുകയാണ്. മലയാളി പ്രേക്ഷകരെല്ലാവരും ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു റിലീസ് തന്നെയാണ്. അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്ക് വാക്കുകളാലേ പറയേണ്ട കാര്യമില്ല. I can just straight away point to the valuable presence of the legends from the Malayalam cinema over here. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മലയാള സിനിമയിലെ ലെജൻസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ പറയാം, ഈ ഒരു മൊമെന്റിന്റെ, ഈ ഒരു സിനിമയുടെ റിലീസ് നമ്മൾ എത്രത്തോളം കാത്തിരിക്കുന്നു, അതിന്റെ സിഗ്നിഫിക്കൻസ്, വാല്യൂ എത്രത്തോളം വലുതാണ് എന്നുള്ളത്. So like I said, ladies and gentlemen, finally നമ്മുടെ കാത്തിരിപ്പിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഡിസംബർ 5-ാം തീയതി സിനിമ റിലീസിന് ഒരുങ്ങുകയാണ്. ഇന്ന് ഡിസംബർ 1. ഇനി ഏകദേശം 4 ദിവസം കൂടി മാത്രം നമുക്ക് കാത്തിരുന്നാലും മതി തിയേറ്ററിൽ നടന വിസ്മയം കണ്ട് കൂരി ധരിക്കുന്നതിനായി. So once again welcoming all the lovely members, the stars, the legends of Malayalam cinema who have marked the valuable presence here for the teaser launch of Kalangaval. എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. മാധ്യമ സുഹൃത്തുക്കളെയും ഏറ്റവും സ്നേഹപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുന്നു. Hearty welcome everybody once again. Yes. അപ്പോൾ ഇനി യാതൊരു ഇൻട്രൊഡക്ഷനും അല്ലെങ്കിൽ ഒരുപാട് ഹൈപ്പ് നൽകാതെ സ്ട്രെയിറ്റ് അവേ നമ്മൾ കാത്തിരിക്കുന്ന ഇവന്റിലേക്ക് കടക്കാനുള്ള സമയം ആയിരിക്കുകയാണ്. ആൻഡ് ഹൗ ആർ വി ബിഗിനിങ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് രോമാഞ്ചം നൽകിയൊരു ട്രെയിലർ ഉണ്ട്. ട്രെയിലർ അവസാനിച്ചതൊരു ഷാഡോയിലാണ്. ദാറ്റ് വാസ് ജസ്റ്റ്
a shadow, and that was more than enough for us to wait for this film. അപ്പോൾ ആ ഒരു goosebumps ഒന്നുകൂടെ ലഭിച്ച നമ്മുടെ ഇവന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ പോവുകയാണ്. We are now going to play the trailer here on the screen. അത് എത്ര വട്ടം യൂട്യൂബിൽ നമ്മൾ റിപ്പീറ്റഡ്ലി കണ്ടു എന്ന് ചോദിച്ചാൽ I think we'll be having a difficult time to answer. So this time we are going to watch the trailer here in the presence of the cast and crew of Kalankaval. So ladies and gentlemen, all eyes on the screen. So just like that, ഒരിക്കൽ കൂടി ട്രെയിലർ കണ്ട് നമ്മൾ വീണ്ടും ആ ഒരു ഗൂസ് ബംസ് ഫീൽ ചെയ്തിരിക്കുകയാണ്. ഇത്തവണ കാണുമ്പോൾ ഒരു റിലാക്സേഷൻ ഉണ്ട്, കാരണം ഇനി അധികം ദിവസം നമുക്കത് തിയേറ്ററിൽ കാണാനായിട്ട് കാത്തിരിക്കേണ്ടതില്ലല്ലോ എന്നുള്ളൊരു ഫാക്ടർ. So ladies and gentlemen, Kalankaval is directed by Sri Jithan K. Jose. അദ്ദേഹത്തിന്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ ആണ്. അതോടൊപ്പം മമ്മൂട്ടി കമ്പനിയുടെ 7ാമത് പ്രോജക്റ്റ് ആണ്. നമുക്കറിയാം ഒരു ഡെഫിനിറ്റീവ് കൊമേഴ്ഷ്യൽ സക്സസ് പ്രഡിക്റ്റ് ചെയ്യുന്ന സിനിമകളല്ല മമ്മൂട്ടി കമ്പനി ചെയ്യുന്നത്. And this is their 7th project. And the writers of the film are Sri Jithan K. Jose and Sri Jishnu Srikumar. Yes. And there are a lot of other talented actors, a lot of other people who are a part of this film. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇവന്റിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അറിയുന്നതാണ്. And now, having watched the trailer, having grabbed all the goosebumps and energy, it is time to welcome the very first person on stage to mark a meaningful beginning for our event. തീർച്ചയായിട്ടും കളങ്കാവൽ സിനിമ നമുക്ക് സമ്മാനിച്ച ഡയറക്ടർ സാറിനെ തന്നെ ആദ്യമേ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. Please join me in welcoming with a big round of applause the director of Kalankaval, Sri Jithan K. Jose. നല്ലൊരു കൈ നൽകി തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. കാരണം ഒരു ഡ്രീം കം ട്രൂ മൊമെന്റിലാണ് എത്തി നിൽക്കുന്നത്. ആൻഡ് നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, തുടക്കക്കാരിലെ ഫയർ തിരിച്ചറിയുന്ന മമ്മൂക്ക മാജിക്. അപ്പോൾ അത് ഒരിക്കൽ കൂടെ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോവാണ്. 5-ാം തീയതി സിനിമ റിലീസിനോട് അടുക്കുകയാണ്. ആൻഡ് യെസ്, ലൈക്ക് ഐ സെഡ്, ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് തന്നെയാണല്ലേ. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് അസ് കളങ്കാവൽ. ഈ ഒരു മൊമെന്റിൽ എന്താണ് സാറിന് പറയാനുള്ളത്? എല്ലാവരും കൂടെ നമ്മുടെ സിനിമ റിലീസിനോട് അടുത്ത് നിൽക്കുകയാണ്. അപ്പം ഈ ഒരു അവസരത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ മലയാളത്തിൽ ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഒരു അൾട്ടിമേറ്റ് ഡ്രീം ആണ് മമ്മൂക്ക് ഒരു സിനിമ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതൊരു എനിക്കും കുറെ കാലമായിട്ട് അതിനൊരു സ്വപ്നമുണ്ടായിരുന്നു. ഫോർച്ചുനേറ്റ്ലി അതൊരു റിയാലിറ്റി ആയിട്ട് മാറി. അതിന് സാറിനോട് ഏറ്റവും കൂടുതൽ നന്ദി. പ്രത്യേകിച്ച് ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നെ അദ്ദേഹം ഇതുവരെ ചെയ്തു വരുന്നിട്ടുള്ള കഥാപാത്രങ്ങൾ കുറച്ച് മാറിയുള്ള ഒരു ഷെയ്ഡ് ഉള്ള ഒരു കഥാപാത്രമാണ്. അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പറയാനായിട്ട് നിർവാഹമില്ല. എന്നാലും ഏറെക്കുറെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത് തിരഞ്ഞെടുക്കാൻ കാണിച്ച മനസ്സിനും അപ്പം അത് മമ്മൂട്ടി കമ്പനി തന്നെ അത് നിർമ്മിക്കാനായിട്ട് തീരുമാനിക്കും. അതിനൊക്കെയുള്ള ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. അതേപോലെ വിനായകൻ ചേർന്ന് അദ്ദേഹത്തെയും ഇതുപോലെ അപ്രോച്ച് ചെയ്തപ്പം തന്നെ അദ്ദേഹം ഇത് ചെയ്യാനായിട്ട് തയ്യാറായി വന്നു. അദ്ദേഹം ഇത് മുന്നേ ശീലിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയമെൻഷനുള്ള ഒരു കഥാപാത്രമാണ് ചെയ്തത്. അദ്ദേഹത്തിനും നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ സിനിമയുടെ ഒരു സ്വഭാവം, എൻ്റെ ഒരു ജോണറൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നതിന് പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ ആ പരിമിതിക്കുള്ളിൽ നിന്ന് പറ്റുന്ന പോലെ ചില കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ ട്രെയിലർ ടീസറിലും അതുപോലെ മറ്റ് വീഡിയോ ഔട്ട്പുട്ട്സിലും പോസ്റ്റേഴ്സിലും കൂടെയൊക്കെ നമ്മൾ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സന്തോഷം. ആദ്യം ഭയങ്കര എന്താ പറയില്ല, ഭയങ്കര പേടി. നമുക്ക് കുറെ സന്തോഷം. ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇങ്ങനെ മുജിബൊക്കെ വിളിച്ചു, വിനായക് ചേട്ടനാണ് സജസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു, പാടി. പിന്നെ വരും വരാതിരിക്കും നമുക്ക് അറിയാലോ. അപ്പോൾ പെട്ടെന്ന് വന്നു. അപ്പം അതിൻ്റെ ഒരു സന്തോഷം, ഇതിന് കാരണമായിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദി, സന്തോഷം. ഒക്കെ മമ്മൂട്ടി കമ്പനി, മുജിബൊക്കെ, വിനായക് ചേട്ടൻ, എല്ലാവർക്കും, ഡയറക്ടർ ജിതിൻ ചേട്ടൻ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വളരെ സിമ്പിൾ ആയിട്ടാണ് ഇതുവരെയുള്ള ജേർണി പറഞ്ഞത്. പക്ഷെ അതിന്റെ പിറകിലുള്ള ഹാർഡ് വർക്ക് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇനി ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം അല്ലേ? ആളുടെ സ്റ്റൈൽ ഇതാണ്, നമുക്കറിയാം. എനിക്ക് തോന്നുന്നു നീ മലരുകൾ പാട്ടാണ് നമ്മളെല്ലാവരും ഈ ഒരു മൊമെന്റിൽ കേൾക്കാനായിട്ട് കൂടുതൽ ആഗ്രഹിക്കുന്നത്. ശ്രീരാഗനം അത് തന്നെയാണോ ആഗ്രഹം? അത് തന്നെ പാടണം എന്നാണ് ആഗ്രഹം. പക്ഷെ ഞാൻ മാത്രം നിൽക്കുന്നുണ്ട്. So maybe ഞാനിവിടെ അധികം നിന്ന് ബോറടിപ്പിക്കേണ്ട കാര്യമില്ല. He's just entertaining all of us. Ready? Yeah. So everyone, നല്ലൊരു കൈ to Srirag and we are going to listen to his song.
താങ്ക് യു സോ മച്ച് ശ്രീരാഗ്. എനിക്ക് തോന്നുന്നു പാട്ട് പാടി നമ്മളെ എന്റർടൈൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആളുടെ സംസാരത്തിലും നമ്മൾ എൻജോയ് ചെയ്ത് എന്റർടൈൻ ആയല്ലേ. സോ യെസ്, പാട്ട് കേട്ട് ഇനിയും കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഡോണ്ട് വറി, ഹിൽ ബി കമ്മിങ് അഗൈൻ ഓൺ സ്റ്റേജ് ആൻഡ് ട്രീറ്റിംഗ് us with his soulful singing. And now ശ്രീരാഗിന്റെ പാട്ട് കേട്ട് ഈ ഒരു ട്രാക്ക് എൻജോയ് ചെയ്തിരിക്കുന്ന ഈ ഒരു റൈറ്റ് മൊമെന്റിൽ തന്നെ സിനിമയുടെ മ്യൂസിക് ഡയറക്ടറെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ത്രില്ലർ സ്വഭാവമുള്ള സിനിമ എന്ന് പറയുമ്പോൾ അതിന്റെ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ഇമോഷൻസ് സ്ട്രെയിറ്റ് ടു ദ ഹാർട്ട് എത്തുന്നത് പാട്ടിലൂടെ തന്നെയായിരിക്കും. ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമയാണെന്ന് പറയുമ്പോൾ വി ക്യാൻ ഇമാജിൻ ദ ഇമ്പാക്ട് ഓഫ് മ്യൂസിക് ദാറ്റ് ക്യാൻ ഡു ടു ദ ഫിലിം. ഓൾറെഡി റിലീസായ പാട്ടുകളിൽ നിന്നെല്ലാം നമ്മൾ 100% ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇറ്റ് ഈസ് ടൈം ടു അപ്രീഷിയേറ്റ് ആൻഡ് വെൽക്കം ദ മ്യൂസിക് ഡയറക്ടർ ശ്രീ മുജീബ് മജീദ് ഓൺ ദ ഫ്ലോർ. With a big round of applause. കൺഗ്രാറ്റുലേഷൻസ് ആദ്യമേ പറയട്ടെ, എക്കോ മൂവി സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഓൾസോ യെറ്റ് അനദർ ഫിലിം, മേ ബി ഗോൾഡൻ ഫെദർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പ്രോജക്റ്റിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. യെസ്, ഓൾറെഡി ഒരു പാട്ട് കേട്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റിൽ തന്നെയാണ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത്. സോ ഐ ക്യാൻ ഇമാജിൻ യുവർ ഇമോഷൻസ് റണ്ണിങ് ഇൻ ദ മൈൻഡ്. സോ ഒരു പാട്ട് ലൈവായിട്ട് കേട്ട് ഇപ്പോൾ സ്റ്റേജിൽ വന്നപ്പോൾ എങ്ങനെയുണ്ട്? ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു. ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയാം. എൻ്റെ കരിയറിൽ ഭയങ്കര പെട്ടെന്ന് തന്നെ നമുക്കാണ് ഒരു പടം ചെയ്യാൻ പറ്റിയതിൽ ആൻഡ് ദ ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് ടീം. ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ടീം ഇവിടെ ഉണ്ട്, അവരുടെ ഒരു എഫേർട്ടും കൂടെ ഈ പടത്തിൽ ഭയങ്കരമായിട്ടുണ്ട്. ശ്രീരാഗ്, സിന്ധു ചേച്ചി, ഹരിത, വിനായക്, അവരുടെയൊക്കെ സപ്പോർട്ട് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അഞ്ജിത്തിൻ ഫോർ ദ ഭയങ്കര ക്ഷമ കൂടെ വർക്കുകയും ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. And I have a question to you that ഒരുപാട് പാട്ടുകളുണ്ട്, നമ്മളെല്ലാം ഒന്നിനൊന്നും ഇങ്ങനെ ഈക്വലി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ട്രാക്ക്? ഇഫ് യു കൻ ആൻസർ ദാറ്റ്. നീല കായം എന്നുള്ള ട്രാക്കാണ് എൻ്റെ ഫേവറേറ്റ്. യെസ്, ഐ തിങ്ക് നമ്മൾ ഇന്നതും കേൾക്കാനായുള്ള ഭാഗ്യം നമുക്കുണ്ട്. അതിന് കൂടെ എടുത്തു പറയേണ്ട കാര്യം, നമ്മുടെ ഇവന്റ് സ്റ്റാർട്ട് ചെയ്തൊരു ഗംഭീര എൻട്രി റെഡ് ബാക്ക് എന്ന സോങ് കേട്ടിട്ടാണ്. ആ പാട്ട് പാടിയിരിക്കുന്നത് ആരാണെന്ന് അറിയോ? എനിക്കറിയാം. Maybe I'll take the privilege to reveal that. മറ്റാരുമല്ല, നമ്മുടെ മമ്മൂക്കയുടെ മകളുടെ മകനാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്, അദിയാൻ സയീദ്. യെസ്, അത് മ്യൂസിക് ചെയ്ത ജിതിനാണ്. ലിറിക്സും മ്യൂസിക്കും ചെയ്തേക്കുന്നത് ജിതിൻ തന്നെയാണ്. Alright, that's very interesting. Okay, അപ്പോൾ വീണ്ടും ഇങ്ങനെ നമ്മൾ ത്രില്ലടിപ്പിക്കുന്ന എലിമെന്റ്സ് ആണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളെല്ലാവരും രോമാഞ്ചം to its zenith. Yes, okay, thank you so much. So once again, ladies and gentlemen, we should give a big round of applause to congratulate the talent that we have. Maybe Mujib sir, I have a request. Sir, ഇപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ടീമിന്റെ കാര്യം. സോ ഐ എം സീക്കിംഗ് യുവർ പ്രസൻസ് വൺസ് അഗൈൻ ഓൺ സ്റ്റേജ്, ബിക്കോസ് ആ ഒരു ടീമിലെ ആളുകളെ തന്നെയാണ് അടുത്തതായി നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. യു ഓൾറെഡി മെൻഷൻ ദ നെയിം, സോ ഷാൽ ഐ അനൗൺസ് വിത്ത് യുവർ പെർമിഷൻ. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ശ്രീ വിനായക് ശശികുമാർ ആൻഡ് ഹരിത ഹരിബാബു. Surprisingly, there is a huge ground support for them as well. Yes, you can applaud, you can whistle. നല്ല കൈ നൽകി തന്നെ അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Lyricists Sri Vinayak Shashikumar and Harita Haribabu. Yes, proud moment ആയിരിക്കും അല്ലേ? മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, നമ്മളെല്ലാവരും ഒരുപാട് സ്വപ്നം കാണുന്ന ധന്യമായിട്ടുള്ളൊരു ഓഡിയൻസിനെ തന്നെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. And we are eagerly waiting to listen to your words. എല്ലാവർക്കും നമസ്കാരം. മമ്മൂക്കയുടെ സിനിമ ചെയ്യാന്നുള്ളത് സിനിമയിലേക്ക് വരുമ്പോൾ തന്നെയുള്ള വലിയൊരു ആഗ്രഹമാണ്. ഇപ്പോൾ ഒരു ഭാഗ്യം കൊണ്ട് ഒരു 8 സിനിമകളിൽ ഇപ്പോൾ മമ്മൂക്കയുടെ ഭാഗമാകാൻ കഴിഞ്ഞു, മമ്മൂട്ടി കമ്പനിയുടെയും. അപ്പോൾ ഈ സിനിമയിൽ ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കുറച്ച് വ്യത്യസ്തമായിരുന്നു. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഒരു 4-5 തമിഴ് പാട്ടുകൾ എഴുതുക എന്നുള്ളതായിരുന്നു ഈ സിനിമയിലെ കർത്തവ്യം. അപ്പോൾ അത് ഞങ്ങൾ തരക്കേടില്ലാതെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ഈ സിനിമയിൽ നിന്ന് റിലീസായിരിക്കുന്ന കോണ്ടന്റിൽ ഒന്ന് നേരത്തെ നമ്മൾ കണ്ട ട്രെയിലറും പിന്നീട് പാട്ടുകളുമാണ്. പാട്ടുകളെല്ലാം റിലീസായിട്ടുണ്ട്. ഇലാക്കായും ലിറിക് വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള അഭിപ്രായങ്ങളെല്ലാം വളരെ പോസിറ്റീവാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. സിനിമ കാണാൻ വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യുന്നു. ഹരിതയ്ക്ക് കൊടുക്കുക. ഹരിത ഇതിനകത്ത് മന്നനെ എന്ന് പറഞ്ഞ ട്രാക്ക് എഴുതിയിരിക്കുന്ന ഹരിതയാണ്. അപ്പോൾ ഹരിത. Thank you all.
മമ്മൂക്കാനെ നേരിട്ട് കാണുന്നത് സ്വന്തം വർക്കിലൂടെ ആയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ മുജീബ് എന്നെ വിളിച്ചിട്ട് പാട്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ തമിഴ് പാട്ട് എഴുതുമായിരുന്നാന്ന് ചോദിച്ചു. ഞാൻ എഴുതോ എന്തോ മുജീബിൻ്റെ കൂടെ 3ാമത്തെ വർക്കാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. അപ്പം അതിൽ തമിഴാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു ചെയ്യുന്ന സമയത്ത്. ആദ്യം കളങ്കാവൽ മൂവിയിലൊരു സോങ് ഉണ്ട് തമിഴാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ട്രൈ ചെയ്യാമെന്നുള്ള രീതിയിലാണ്. മമ്മൂക്കയുടെ കാര്യം പിന്നെ ഞാൻ അറിയുമ്പോഴാണ് ഇത് അയ്യോ വലിയൊരു മൂവിയാണ്, ഇതിൽ എങ്ങനെ നമ്മൾ എഴുതുക അങ്ങനെയൊന്നും എനിക്കറിയില്ല. പിന്നെ എത്ര സോങ്സിൻ്റെ ഒന്നും അറിയില്ല. അപ്പം പറഞ്ഞു ഒരു തമിഴ് സോങ് ഉണ്ട് അത് എഴുതൂ എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതിയതാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞതിൽ മമ്മൂക്കയുടെ ഫോട്ടോ വെച്ചിട്ട് ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം ഭയങ്കര വലുതാണ്. വിനായകാണ് ബാക്കി 4 പാട്ട് 5 പാട്ട് എഴുതിയേക്കുന്നത്. ഞാൻ ഒരു പാട്ട് എഴുതിയിട്ടുള്ളൂ. പക്ഷെ അതിൽ മമ്മൂക്കയുടെ ഫേസ് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. വീട്ടുകാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും താങ്ക്സ് ടു മുജീബ് മജീദ്, താങ്ക് യു ജിതിൻ, മമ്മൂട്ടി കമ്പനി, എല്ലാവർക്കും താങ്ക് യു. ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിങ്ങളിലൂടെ ഇത്രയും പേര് കേൾക്കുന്നു അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം എല്ലാവർക്കും എല്ലാവരും 5-ാം തീയതി മൂവി ഒന്ന് കാണുമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സോ താങ്ക് യു സോ മച്ച്. You thanked everyone. I think we should thank you. നമുക്ക് ആ ഒരു ഫീല് കറക്റ്റായിട്ട് കിട്ടുന്നതിൽ ലിറിക്സ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പോൾ അത് അത്രയും ഹെവൻലി ആയിട്ട് നമുക്ക് കിട്ടുന്നെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് യുവർ ടാലൻറ്റ്. സോ ഓൺ ബിഹാഫ് ഓഫ് മലയാളി ഓഡിയൻസ് താങ്കിങ് യു ആസ് വെൽ. താങ്ക്സ് എ ലോട്ട്. ഒരു ഇവന്റിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യം ദ പ്രസൻസ് ഓഫ് ദ ലെജൻഡ്സ് ഫ്രം ദ മലയാളം സിനിമ. അവരുടെ സാന്നിധ്യത്തിലാണ് ടീസർ നമ്മൾ ലോഞ്ച് ചെയ്യുവാനായി പോകുന്നത്. ഹോൾ ഹാർട്ടഡ്ലി വെൽക്കമിങ് ശ്രീ ജോഷി സർ ഓൺ സ്റ്റേജ്. മലയാള സിനിമയിൽ നമുക്ക് ഏറ്റവും അധികം ബ്ലോക്ക് ബസ്റ്റേഴ്സ് സമ്മാനിച്ചിട്ടുള്ള ഡയറക്ടറാണ്. ഓഡിയൻസിന്റെ പൾസ് അറിയുന്ന ഡയറക്ടറാണ്. വേദിയിലേക്ക് ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ ജോഷി സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇറ്റ്സ് മൈ ആബ്സല്യൂട്ട് പ്ലഷർ ടു വെൽക്കം Shri Sibi Malayil sir to kindly join us on stage. One man who have redefined the aesthetic quality of Malayalam cinema. നല്ലൊരു കാര്യം നൽകി തന്നെ ശ്രീ സിബി മലയിൽ സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. And now I am going to invite yet another prominent name in our industry. നിറഞ്ഞ കാര്യം നൽകി തന്നെ ശ്രീ സിയാദ് കോക്കർ സാറിനെയും വേദിയിലേക്ക് ഈ നിമിഷം സ്വാഗതം ചെയ്യുകയാണ്. And also ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി ശ്രീ ജോയ് തോമസ് സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. And yes, now ladies and gentlemen, we are heading on to the teaser launch of Kalangaval. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാള സിനിമയിലെ ലെജൻഡ്സ് അവരുടെ സാന്നിധ്യത്തിലാണ് കളങ്കാവൽ സിനിമയുടെ ടീസർ നമ്മൾ ലോഞ്ച് ചെയ്യുവാനായി പോകുന്നത്. റിക്വസ്റ്റിംഗ് ഓൾ ഓഫ് യു ടു കൈൻഡ്ലി സ്റ്റെപ്പ് നിയർ ദ ബസർ. ഒരു ബസർ അമർത്തിയാണ് നമ്മൾ ടീസർ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുമിച്ച് ടീസറിൽ അമർത്തി ബസറിൽ അമർത്തി ടീസർ നമുക്കായിട്ട് ലോഞ്ച് ചെയ്യാനായിട്ട് ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ ജോഷി സർ, സിബി സർ, സിയാദ് കോക്കർ, ജോയ് തോമസ് സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. Ladies and gentlemen, this is the moment. നാല് പേരോടും ഒരുമിച്ച് ബസറിൽ അമർത്തി ടീസർ ലോഞ്ച് ചെയ്യാനായി റിക്വസ്റ്റ് ചെയ്യുന്നു. Here we go. എല്ലാവർക്കും നമസ്കാരം. ഈ കളങ്കാവൽ എന്ന് പറയുന്ന പേര് റിവീലായപ്പോൾ തൊട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നീട് ഓരോ ഘട്ടങ്ങളിലും അതിൻ്റെ ഓരോന്നായിട്ട് റിവീൽ ചെയ്ത് വരുമ്പോൾ നമ്മളിങ്ങനെ ആ ക്യൂരിയോസിറ്റി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ വന്നപ്പോൾ ഇത്രയും ഹീറോയിൻസിനെ ഒന്നിച്ച് കാണുക, ഇവിടെ റിവീൽഡാകുന്ന ഓരോ ട്രെയിലർ ടീസറും എല്ലാം ഈ മമ്മൂട്ടി കമ്പനിയുടെ ഇതിനു മുമ്പത്തെ 6 പടങ്ങളുടെയും ആ ഒരു വിഷ്വൽസ് കണ്ടപ്പോൾ തന്നെ എന്താണ് നമ്മളെ അമ്പരപ്പിക്കുന്ന സിനിമകൾ, കഥാപാത്രങ്ങളെല്ലാം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 45 വർഷമായിട്ട് നമ്മളിങ്ങനെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു കോമ്പിനേഷൻ വിനായകൻ കൂടി വരുമ്പോൾ അത് നമുക്കൊരു അൺപ്രഡിക്റ്റബിളായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അതെന്താണെന്നുള്ള ക്യൂരിയോസിറ്റി വീണ്ടും അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. We are all waiting to watch this movie.
ഇത് നമ്മുടെ പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു സിനിമയായി മാറും എന്ന വിശ്വാസമുണ്ട്. ഓൾ ദ ബെസ്റ്റ് ടീം കളക്കാവൻ. വളരെയധികം സന്തോഷം സർ ഇവിടെ എത്തിച്ചേർന്ന് കളകാവൽ സിനിമയുടെ പ്രീ റിലീസ് ടീസർ നമുക്കായി ലോഞ്ച് ചെയ്തതിൽ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി തന്നെ നന്ദി അറിയിക്കുന്നു. ആൻഡ് ഫ്രം ഹിസ് വേർഡ്സ് വി ഗോട്ട് ടു നോ ദാറ്റ് ഹി ഈസ് ഓൾസോ ഈഗർലി വെയിറ്റിംഗ് ടു വാച്ച് ദ ഫിലിം ഓൺ ദ സ്ക്രീൻ. ആൻഡ് നൗ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ലുക്കിംഗ് ഡൗൺ, നമ്മുടെ ഫ്രണ്ട് റോയിലേക്ക് നോക്കുമ്പോൾ മലയാള സിനിമയിൽ നമ്മൾ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന നിരവധി പേരാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. അവർ ഓരോരുത്തരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഏറ്റവും ബഹുമാനത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്തു ശ്രീ രഞ്ജിത്ത് സർ, അദ്ദേഹത്തിനോടൊപ്പം ശ്രീ അമൽ നീരദ്, ശ്രീ അൻവർ റഷീദ്, ശ്രീ മണിയൻപിള്ള രാജു സർ, ഇവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു മൊമെന്റിൽ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാതെ രണ്ട് വാക്ക് കേൾക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. നല്ലൊരു ഗൈഡ് നൽകി തന്നെ നമുക്ക് ഇവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ രഞ്ജിത്ത് സർ, ശ്രീ അമൽ നീരജ് സർ, ശ്രീ അൻവർ റഷീദ്, ശ്രീ മണിയൻപിള്ള രാജു സർ, ശ്രീ കുഞ്ചൻ സർ. നമ്മുടെ ഇവന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്ന് കാത്തിരിക്കുന്ന ആളാണ് ശ്രീ കുഞ്ചൻ സർ. അദ്ദേഹത്തെയും വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു. ആർക്ക് മൈക്കിപ്പോ കൈമാറണം എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമാണ് എനിക്കുള്ളത്. ടു ഹൂം ഷുഡ് ഐ ഹാൻഡ് ഓവർ ദ മൈക്ക്? എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു ഈവനിങ് ആണ്. ഞാൻ പറഞ്ഞില്ലേ 45 വർഷമായിട്ട് അടുത്ത സുഹൃത്താണ് ശ്രീ മമ്മൂട്ടി. എൻ്റെ എല്ലാ കാര്യങ്ങളും പേഴ്സണലായാലും കുടുംബപരമായും ഞാൻ നിങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ചടങ്ങ് വരുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ മാത്രമല്ല, എനിക്ക് കിട്ടിയ പൈസയിൽ കുറച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ പടങ്ങളും കണ്ടില്ല. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച പടങ്ങളെല്ലാം ഫസ്റ്റ് ഡേയോ സെക്കൻഡ് ഡേയോ അല്ലെങ്കിൽ ഞായറാഴ്ചക്ക് മുമ്പ് കണ്ടിരിക്കും. ഞാൻ രാത്രി വിളിച്ച് അഭിപ്രായം പറയാം. അപ്പോൾ എന്ത് വന്നാലും ഇതൊരു നല്ല സിനിമയായിരിക്കും എന്നുള്ളതിന് എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. കാരണം ഒരു പ്രാവശ്യം ഏതൊരു പാട്ട് കേട്ടിട്ട് സിനിമയുടെ പേര് ഓർമ്മയില്ല. നമ്മൾ ഇതെന്തോന്ന് മോശമായിരിക്കുന്ന പാട്ട്, ഒട്ടും ശരിയായില്ല എന്നൊരു മറുപടി. എടാ, നീ ഇപ്പോഴും ആ 75-80 വൈകാതെ മാഷ പാട്ടി കിടക്കുക. ഈ പുതിയ പിള്ളേര് പുതിയ തല പുതിയ ഐറ്റം ഇറങ്ങുമ്പോൾ അവരെ കൂടെ നിൽക്കണോടാ, അവൻ കണ്ട് പൊടിയടാ എന്ന് എന്നെ വഴക്കും. അപ്പോൾ അതോടെ ഞാൻ പരിപാടി നിർത്തി. ഇന്ന് ഈ സ്റ്റേജിൽ വന്നിട്ട് ഇതിൽ പങ്കെടുത്ത മ്യൂസിക്കിൻ്റെ ആൾക്കാരെല്ലാം ആ തുടിക്കുന്ന യുവനോ ആ യൂത്തിൻ്റെ. അപ്പം ഞാൻ അടുത്തിരുന്ന് പറയുകയും ചെയ്തു, കണ്ടാലറിയാം എല്ലാം വലിയ തലകൾ കേട്ടോ. ഇവരൊക്കെ കണ്ടുപിടിച്ച് ഇറക്കിയില്ല പുതിയ മോഡലുകളൊക്കെ. എന്തായാലും വളരെ സന്തോഷം. ഈ സിനിമയെ കുറിച്ച് വളരെ എനിക്ക് മാത്രമല്ല ഓൺലൈനിലൊക്കെ കാണുന്നവർക്കൊക്കെ ഭയങ്കര പ്രതീക്ഷ. അപ്പോൾ ആ പ്രതീക്ഷ 100% ഉണ്ടായിരിക്കും. അല്ല, പണ്ടൊരു സംഭവം പറയും, എന്തെങ്കിലും കാണാതെ പട്ടി വെള്ളത്തിൽ ചാടില്ല എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തോ സംഭവമുണ്ട്, എന്തോ ഒരു ഐറ്റം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ഇവരാരും പറയുന്നില്ല. അത് നമ്മൾ എന്തായാലും 4-ാം തീയതി തിയേറ്ററിൽ പോയി കണ്ട് മനസ്സിലാക്കും. അപ്പോൾ ഈ പടത്തിന് എല്ലാ വിജയങ്ങളും ആശംസിക്കാൻ ഇതൊരു അതിഗംഭീര ഹിറ്റാവട്ടെ. ഇങ്ങനെയുള്ള പ്രമേയങ്ങളും പടങ്ങളും ഒക്കെ എല്ലാവരും സ്വീകരിക്കുക. അപ്പോൾ അതൊരു സന്തോഷമുണ്ട്. വിനായകൻ അദ്ദേഹത്തെ ചോട്ടാ മുംബൈയിൽ നിൽക്കുന്നത് അൻവർ റഷീദ് സംസാരിക്കണോ? അത് വേണ്ടല്ലേ? അപ്പം അന്ന് തൊട്ടുള്ള പരിചയമാണ്. അദ്ദേഹത്തിൻ്റെ പടങ്ങൾ കാണാറുണ്ട്. നല്ല ആക്ടറാണ്. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. സൂപ്പർ സ്റ്റാർ. എൻ്റെ ഒറ്റ സുഹൃത്താണ്. പാടില്ല, വല്ല പറഞ്ഞാൽ മതി. പ്രിയമുള്ളവർ, ഞാൻ പറയാമെന്ന് വെച്ച കാര്യങ്ങളെല്ലാം മിസ്റ്റർ മണിയമ്പിള്ള രാജു പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഞാനും ഈ പടത്തിൻ്റെ ഒരു ഭാഗമായി തീർന്നിട്ടുണ്ട്. അതെൻ്റെ ദൈവഭാഗ്യം എന്ന് വേണം പറയാൻ. ഒരു നല്ല പടത്തിൽ അഭിനയിക്കുക ഇടവേളയ്ക്ക് ശേഷം കിട്ടിയ ഒരു ചാൻസാണ്. ഞാനും പോകുന്നുണ്ട്. ഇത് വളരെ വിജയകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. മലയാള സിനിമയിലെ പുതിയ തലമുറ, അത് എത്രയുണ്ട് ശരിയാണ് പറയാമെന്ന് എനിക്കറിയില്ല, എന്നാലും പുതിയ ചലച്ചിത്ര ഭാഷ അന്വേഷിക്കുന്ന ഒരു തലമുറ ഇവിടെ രൂപപ്പെട്ട് കഴിഞ്ഞിട്ട് വർഷങ്ങളായി. അവർ ദൃശ്യഭാഷയിൽ വിസ്മയങ്ങൾ തീർത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു.
അതിൽ ഏറിയ ചിത്രങ്ങളും. ആ ഗണത്തിലേക്ക് ഒരു പുതിയ സിനിമ കൂടെ വരുന്നു, ഒരു പുതിയ സംവിധായകൻ, പുതിയ എഴുത്തുകാരൻ. എല്ലാവർക്കും വിജയാശംസകൾ. ഒപ്പം ഏത് ചലച്ചിത്ര ഭാഷ സ്വന്തമാക്കിയെന്ന് ഒരാൾ ധരിക്കുമ്പോഴും പണം മുടക്കാൻ ഒരു ബാനർ, ഒരു പ്രൊഡക്ഷൻ ഹൗസ് കൂടെ ഉണ്ടായാൽ മാത്രമേ യാത്ര ലക്ഷ്യം കാണുകയുള്ളൂ. അവിടെ ഈ സിനിമയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നതിൽ നമുക്ക് വിശ്വാസം നൽകുന്ന ഒന്ന് അതിന്റെ പിന്നിൽ മമ്മൂട്ടി കമ്പനിയാണെന്നുള്ളത്. നമ്മൾ ഈ കണ്ട സിനിമകളിലൂടെ ഇപ്പൊ ഈ പ്രദർശിപ്പിച്ച മുൻകാല സിനിമകളിൽ ഓരോന്നിലും മലയാളി ഓരോ രീതിയിൽ അതിനെ ഹൃദയത്തോട് ചേർത്ത് സ്വീകരിച്ചതാണ്. ഇത് ആ ഗണത്തിൽപ്പെടട്ടെ. ഈ കമ്പനി ഇവിടെ നിലനിൽക്കുക തന്നെ വേണം. കൂടുതൽ അർത്ഥവത്തായ സിനിമകൾക്ക് പിറവിക്ക് കാരണമായി മമ്മൂക്കയുടെ കമ്പനി ഉണ്ടാവട്ടെ. നന്ദി. All the best, team Kalangaval. Thank you. All my very best. Thank you. Yes, thank you so much, sir. നമ്മുടെ ഒരു സെലിബ്രേറ്ററി മൂഡിലേക്ക് കൊണ്ടുപോയാണ് ഓരോരുത്തരും സംസാരിച്ചത്. ആൻഡ് വി ഹാവ് ഈവൻ മോർ സ്പെഷ്യൽ പേഴ്സൺ സിറ്റിംഗ് ഓവർ ദെയർ. മണിയമ്പിള്ള രാജു സർ യുവത്വത്തിന്റെ പവർ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ചിരിച്ചുകൊണ്ടിരുന്ന ബേസിൽ എന്റെ വേദിയിലേക്ക് ഞാനിപ്പോൾ സ്വാഗതം ചെയ്യുകയാണ്. And also let me wholeheartedly welcome Mr. Nizam Bashir. അസീസി കഴിയുന്ന അവിടെ ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ ഒരു ചിരി സ്റ്റേജിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. And also inviting Mr. Mithun Manuel Thomas on stage. Also wholeheartedly welcoming Khalid Rahman. So please. ഓക്കെ, മൈക്ക് കിട്ടുന്നതിന് മുന്നേ സംസാരിച്ചു തുടങ്ങി. പക്ഷേ ഐ തിങ്ക് രഞ്ജിത്ത് സാർ കൂടെ സ്റ്റേജിലേക്ക് എത്തിയാൽ ഐ തിങ്ക് ദിസ് മൊമെന്റ് വിൽ ബി കംപ്ലീറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പരസ്പരം സംസാരിച്ച കാര്യം ഇനി മൈക്കിലൂടെ സംസാരിക്കാനായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഇവിടെയും മൈക്ക് ആദ്യം ആർക്ക് കൊടുക്കണം? എന്താ പറഞ്ഞതെന്നാണോ പറയണ്ടേ? അരോമ വന്നിട്ട് പറഞ്ഞത് പെട്ട് വിളിക്കുമെന്ന് വിചാരിച്ചല്ല. അതാ പറഞ്ഞത്. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം എല്ലാവരും ഇതിനെക്കുറിച്ച് കളങ്കാവൽ എന്ന സിനിമയെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഞങ്ങൾക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സിനിമ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അതിൻ്റെ ഓരോ പ്രൊമോസും ഇതുപോലെ വളരെ ത്രില്ലിംഗ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒന്നും അങ്ങനെ ഇപ്പോൾ രാജേട്ടൻ പറഞ്ഞ പോലെ ഒന്നും അങ്ങോട്ട് പുറത്തു പറയുന്നില്ല. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ എക്സൈറ്റഡ് ആണ്. 5-ാം തീയതി തിയേറ്ററിൽ വന്ന് കാണാൻ തന്നെ എക്സൈറ്റഡ് ആണ്. ഒപ്പം മമ്മൂക്ക ഇതുപോലത്തെ ഒരു റോൾ ഏറ്റെടുത്ത് ചെയ്യാൻ തീരുമാനിച്ചതും അത് മമ്മൂട്ടി കമ്പനി എന്ന പറയുന്ന കമ്പനി അത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചതും ഒക്കെ തന്നെ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്. എല്ലാവർക്കും അതൊരു ഭയങ്കര മോട്ടിവേഷൻ തന്നെയാണ് തീർച്ചയായിട്ടും. ഒപ്പം വിനായകൻ ചേട്ടൻ അദ്ദേഹം ഒരു വ്യത്യസ്തമായിട്ടുള്ള റോൾ ഈ സിനിമയിൽ ചെയ്യുന്നു. അതിലും എക്സൈറ്റഡ് ആണ്. പിന്നെ പുതിയ ഒരു ഡയറക്ടർ കൂടി മലയാള സിനിമയ്ക്ക് വരുന്നു, ജിതിൻ, പുതിയൊരു റൈറ്റർ. ഒപ്പം മുജീബിൻ്റെ മ്യൂസിക്കും മറ്റൊരുപാട് നായികമാരും ഒരുപാട് നല്ല ക്രൂവും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഒരുപാട് സന്തോഷം. കാരണം നമുക്ക് മികച്ച അഭിനേതാവാണ് അല്ലെങ്കിൽ മികച്ച ഇതാണ് എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ മലയാളികൾ അംഗീകരിച്ച ഒരു കാര്യമാണ്. ഏറ്റവും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് മികച്ച നിർമ്മാതാവാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം നല്ല നല്ല സിനിമകൾ അത് തിരഞ്ഞെടുത്ത് ചെയ്യുക ഒരു മികച്ച നിർമ്മാതാവാണെന്ന് ആത്മാർത്ഥമായി പറയുന്നു. ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാടൊന്നും പറയുന്നില്ല. പ്രിയപ്പെട്ട മമ്മൂക്കയുടെ പടം, പ്രിയപ്പെട്ട വിനായകൻ ചേട്ടൻ്റെ പടം, ഒരു കൂട്ടം പുതിയ ചെറുപ്പക്കാരുടെ പടം, മമ്മൂട്ടി കമ്പനിയുടെ പടം, എല്ലാം കൊണ്ടും പ്രിയപ്പെട്ടതാവുന്നു കളങ്കാവൽ. അപ്പോൾ 5-ാം തീയതി ഒരു ഗംഭീര വിജയമാവട്ടെ ഈ ചിത്രം എന്ന് ആശംസിക്കുന്നു. All the best. Thank you.
മമ്മൂട്ടി കമ്പനി വെറുതെ ഒരു ചിത്രം ഓക്കെ പറയില്ല. നമുക്ക് വീണ്ടും വീണ്ടും കണ്ട് അതിൽ നിന്ന് ഒരുപാട് ടേക്ക് അവേസ് ഉള്ള സിനിമകളും സ്ക്രിപ്റ്റും മാത്രമേ മമ്മൂട്ടി കമ്പനിയിലേക്ക് എടുക്കൂ എന്നുള്ളൊരു വിശ്വാസം നമ്മൾ ഇതുവരെ കണ്ട ചിത്രങ്ങളിൽ വെച്ചിട്ട് നമുക്ക് കിട്ടിയതാണ്. ഇതിലും അങ്ങനത്തെ ടേക്ക് അവേസും കൂടുതൽ കലാകാരന്മാർക്കും ഓഡിയൻസിനും ഉറപ്പായിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസമുണ്ട്. താങ്ക് യു മമ്മൂട്ടി കമ്പനി, ഈ കുടുംബത്തിലേക്ക് ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിലും ഇതിൻ്റെ ഭാഗമാക്കിയതിലും. ഇതുപോലെ ഒരുപാട് ആളുകളും ഈ മമ്മൂട്ടി കമ്പനിയിലേക്ക് കുടുംബത്തിൻ്റെ ഭാഗമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ആശംസകൾ കളങ്കാവൽ ടീം. എല്ലാവർക്കും നമസ്കാരം. ഈ പടത്തിൽ ഒരു സീൻ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി എനിക്ക്. യഥാർത്ഥത്തിൽ എന്താണ് കഥയെന്ന് എനിക്കറിയത്തില്ല. 5-ാം തീയതി ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ടീസറും ട്രെയിലറും ഇതെല്ലാം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിയിരിക്കുകയാണ്. കഥ അറിയാതെ 5-ാം തീയതി കണ്ട് ഈ പടം വൻ വിജയമാകട്ടെ എന്ന്. മാത്രമല്ല പ്രിയപ്പെട്ട കമ്പനി തന്നെയാണ് മമ്മൂട്ടി കമ്പനി. മമ്മൂക്ക, ജോഡ് സാർ, മണിപ്പുര സാർ, വായിരിക്കുന്ന എല്ലാവരും, സിബി സാർ, എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.